ഡേവിഡിന്റെ ജ്യേഷ്ഠൻ ഹീറോയുടെ വീട്ടിലേക്ക് വരുമ്പോൾ അവിടെ രഹസ്യ കാവൽക്കാരെ കാണുകയും ഇവരെന്താണ് ഇവിടെ എന്ന് ചോദിക്കുമ്പോൾ നമ്മുടെ റയാൻ അവർ എന്റെ കൂടെ വന്നതാണെന്നും പറയുന്നുണ്ട്. ഇത് കേൾക്കുന്ന ഡേവിഡിന്റെ ജ്യേഷ്ഠൻ രാജകുമാര എന്ന് പറഞ്ഞ് വണങ്ങുന്നു. അപ്പോ ഇത് കണ്ട ഡയാനയും ബാക്കിയുള്ളവരെല്ലാം രാജകുമാരനോ എന്ന് പറഞ്ഞ് അത്ഭുതത്തോടെ നോക്കി നിൽക്കുന്നു. ഇതുവരെയാണ് നമ്മള് എപ്പിസോഡ് 4 വൈൻഡപ്പ് ചെയ്തത്. അപ്പൊ നമുക്ക് ബാക്കി കഥയിലോട്ട് പോവാം. അപ്പൊ തന്നെ ഡേവിഡും ഡയാനയും ഇവൻ രാജകുമാരനൊന്നുമല്ല, ഇവൻ വെറും ഒരു പിച്ചക്കാരനാണ്, എവിടെ നിന്നോ മോഷ്ടിച്ചിട്ടാണ് ഇതൊക്കെ എടുത്തതെന്ന് പറയുന്നുണ്ട്. ഇത് കേട്ട ജ്യേഷ്ഠൻ നമ്മുടെ ഹീറോയോട് എങ്ങനെയുള്ള ആളെയാണ് നീ ഭർത്താവായി തിരഞ്ഞെടുത്തത് എന്ന് അറിയോ ചോദിക്കുന്നുണ്ട്. അപ്പൊ അമ്മയും അച്ഛനും ഇവരെ രണ്ടുപേരെയും വെറുതെ വിടാൻ പാടില്ല, സ്വന്തം കുടുംബത്തിനാണ് ഇവൾ ദ്രോഹം ചെയ്തത്, ഇവൾ എന്റെ വയറ്റിൽ വളർന്നെന്നുള്ളത് എനിക്ക് വിശ്വസിക്കാനാവുന്നില്ല എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ ഹീറോയെയും റയാനെയും വളരെ പുച്ഛിക്കുന്നുണ്ട്. ഇതെല്ലാം കേട്ട ജ്യേഷ്ഠൻ നമ്മുടെ രാജകുമാരൻ അവരെല്ലാം വിശ്വസിച്ചതുപോലെ പിച്ചക്കാരനാണെന്ന് തെറ്റിദ്ധരിച്ച് നാടിന്റെ നീതിയും നിയമവും കാക്കുന്ന ഞങ്ങളടുത്താണോ വെറുമൊരു പിച്ചക്കാരനായ നീ അഭിനയിക്കുന്നതെന്ന് ചോദിക്കുന്നുണ്ട്. ഇത് കേട്ട റയാൻ മിണ്ടാതിരിക്കടാ എന്ന് ദേഷ്യത്തോടെ പറയുന്നു. ഇതെല്ലാം കേൾക്കുന്ന ജ്യേഷ്ഠൻ ഇനിയും നിന്റെ അഹങ്കാരം തീർന്നില്ലേ, നീ രാജകുറ്റദ്രോഹമാണ് ചെയ്തതെന്ന് പറയുന്നു. അപ്പൊ നമ്മുടെ റയാൻ ഇത്രയും നേരം ഞാൻ ക്ഷമിച്ചിരുന്നതിന് ഒരു കാരണമുണ്ട്, ഇനിയും അടങ്ങിയിരിക്കാൻ എനിക്കാവില്ല, തെറ്റ് ചെയ്തവർക്ക് ശിക്ഷ കിട്ടിയേ പറ്റൂ എന്ന് പറഞ്ഞ് അവിടെ നിന്നും എഴുന്നേൽക്കുന്നു. പിന്നെ കാണിക്കുന്നത് രാജകൊട്ടാരമാണ്. അവിടെ റയാൻ ഹീറോയെ കല്യാണം കഴിച്ച കഥകളൊന്നും അറിയാതെ മഹാറാണിയും രാജകുമാരനെ കെട്ടുമെന്ന് പറയുന്ന പെണ്ണിനെയുമാണ് കാണിക്കുന്നത്. നമ്മുടെ റയാൻ ഹീറോയെ കല്യാണം കഴിച്ചതറിഞ്ഞ ആ പെണ്ണ് മഹാറാണിയോട് രാജകുമാരന് രാജകുടുംബത്തിലല്ലാത്ത കുട്ടിയെ കല്യാണം കഴിച്ചെന്ന് പറയുന്നു. ഇത് കേട്ട മഹാറാണി എന്റെ മകൻ അങ്ങനെ ചെയ്തോ എന്ന് പറഞ്ഞ് നെട്ടി എഴുന്നേൽക്കുന്നു. പിന്നെ വീണ്ടും കാണിക്കുന്നത് നമ്മുടെ ഹീറോയുടെ വീടാണ്. അവിടെ ഹീറോ എന്തോ സംസാരിക്കാനായിട്ട് ശ്രമിക്കുമ്പോൾ അവൾ ഛർദിക്കുന്നു. ഇത് കണ്ട നമ്മുടെ റയാൻ നിനക്കെന്താ പറ്റിയേ എന്ന് ചോദിച്ച് അവളെ എടുക്കുന്നു. ഇത് കണ്ട ഡേവിഡിന്റെ ജ്യേഷ്ഠൻ നീ രക്ഷപ്പെടാൻ നോക്കാണോ എന്നിട്ട് അവന്റെ ഗാർഡ്സിനോട് അവനെ പിടിക്കാൻ ആവശ്യപ്പെടുന്നു. അപ്പൊ നമ്മുടെ രാജകുമാരൻ ആരെങ്കിലും ഞങ്ങളെ തടയാൻ നോക്കിയാ അവരോട് ഒരു ദയയും കാണിക്കേണ്ടെന്ന് പറയുന്നുണ്ട്. അപ്പൊ റയാന്റെ ഗാർഡ്സ് തീർച്ചയായും രാജകുമാര എന്ന് പറയുന്നു. അങ്ങനെ അവർ അവിടെ നിന്ന് പോകുമ്പോ ഡയാന റയാന്റെ പുറകിൽ ഒരു അമ്പ് കൊണ്ട് കുത്തുന്നു. അത് നന്നായി വേദനിച്ച റയാൻ ഹീറോയെയും കൊണ്ട് വീഴാണ് ചെയ്തത്. അപ്പൊ തന്നെ നമ്മുടെ ഹീറോ തിരിഞ്ഞ് ഡയാനയോട് എന്തിനാണ് നീ ഇങ്ങനെ ചെയ്യുന്നത്, എങ്ങനെയാണ് നിനക്കിങ്ങനെ ക്രൂരിയാവാൻ കഴിയുന്നത് എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഡയാന എന്റെ കുടുംബത്തെ നശിപ്പിക്കാൻ വന്നവനെ ഞാൻ വെറുതെ വിടില്ല, അങ്ങനെ എളുപ്പം നിങ്ങൾക്ക് ഇവിടെ നിന്ന് പോവാൻ പറ്റില്ല എന്നും പറയുന്നുണ്ട്. അപ്പൊ നമ്മുടെ റയാന് വളരെ ദേഷ്യം വന്ന് അവൻ എഴുന്നേൽക്കാൻ നോക്കുമ്പോ നമ്മുടെ ഹീറോ വേണ്ടാന്ന് പറഞ്ഞ് അവിടെ തന്നെ നിർത്താണ് ചെയ്യുന്നത്. എന്നിട്ട് ഹീറോ ഒന്നും വേണ്ട, നമുക്ക് എങ്ങനെയും ഇവിടെ നിന്ന് പോവാന്ന് പറയുന്നുണ്ട്. അത് കേൾക്കുന്ന റയാൻ നീ എന്തായി പറയുന്നേ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഡയാന നീ എന്താ ഇവന്റെ അടുത്ത് കെഞ്ചുവാണോ എന്ന് അരിശത്തോടെയാണ് ചോദിക്കുന്നത്. അത് കേൾക്കുന്ന നമ്മുടെ ഹീറോ നീ ചെയ്യുന്നത് തെറ്റാണ്, ഞങ്ങളെ ഇവിടെ നിന്ന് പോവാൻ അനുവദിക്കണം എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഡയാന ചിരിച്ചുകൊണ്ട് നീ ഭാഗ്യമുള്ളവളാ, യഥാർത്ഥ സ്നേഹം നിനക്ക് കിട്ടുന്നത് ഒരു പിച്ചക്കാരന്റെ അടുത്ത് നിന്നല്ലേ എന്ന് പറഞ്ഞ് അപമാനിക്കുന്നു. അപ്പോൾ റയാൻ ദേഷ്യത്തോടെ എഴുന്നേൽക്കാൻ നോക്കുന്നുണ്ടെങ്കിലും നമ്മുടെ ഹീറോ അതിനൊന്നും സമ്മതിക്കുന്നില്ല. പിന്നെ ഡയാന അവിടെ നിന്ന് എന്തൊക്കെയോ പറയുന്നുണ്ട്. അതോടൊപ്പം ഡയാന നിങ്ങളെ രണ്ടുപേരെയും ഞാൻ ഒരുമിച്ച് മേലുന്നു. അപ്പോഴാണെങ്കിൽ നമ്മുടെ റയാൻ അത് മൈൻഡ് പോലും ചെയ്യാതെ ഡേവിഡിന്റെ ജ്യേഷ്ഠനോട് നിങ്ങളെ വിശ്വസിച്ച് അവർ പദവി തന്നതുകൊണ്ട് അത് തെറ്റായി ഉപയോഗിക്കുന്നു, നിനക്ക് എത്രമാത്രം അഹങ്കാരം ഉണ്ടാവുമെന്ന് പറഞ്ഞ് ആക്ഷേപിക്കുന്നു. അതോടൊപ്പം നിന്റെ പദവി നിന്നിൽ നിന്നും ഞാൻ എടുക്കാണ് എന്ന് ഒരു മുന്നറിയിപ്പ് പോലെ പറയുന്നുണ്ട്. ഇത് കേൾക്കുന്ന ഡേവിഡ് അവന്റെ ജ്യേഷ്ഠനും മുട്ടുകുത്തി ഞങ്ങളെ വിട്ടേക്കെന്നും ഞങ്ങളോട് ക്ഷമിക്കെന്നും പറയുന്നുണ്ട്. ഇതെല്ലാം കേൾക്കുന്ന നമ്മുടെ പാവം മഹാറാണി മനസ്സലിവുള്ളത് കൊണ്ട് അവർക്ക് വലിയ ശിക്ഷയൊന്നും കൊടുക്കണ്ട, അത് നമ്മുടെ കുടുംബത്തിനും മോശമാണെന്ന് പറയുന്നുണ്ട്. അപ്പൊ അച്ഛനും ഇതെല്ലാം അറിയാതെ സംഭവിച്ചതാണ്, നിങ്ങൾ ഞങ്ങളോട് ക്ഷമിക്കണമെന്ന് പറയുന്നു. ഇത് കേൾക്കുന്ന നമ്മുടെ റയാൻ വളരെ ദേഷ്യത്തോടെ നിങ്ങളെ കുടുംബത്തിലെ ഒരു പെണ്ണിനെ നിങ്ങൾ അത്രയും അപമാനിച്ചില്ലേ, നിങ്ങൾക്ക് മനസാക്ഷിയില്ലേ എന്ന് നമ്മുടെ ഹീറോയെ സപ്പോർട്ട് ചെയ്ത് പറയുന്നുണ്ട്. ഇത് കേൾക്കുന്ന ഡയാന ശരിക്കും ഇവൻ രാജകുമാരനാണോ, ഞാൻ വീണ്ടും ഈ ജന്മത്തിലും തെറ്റായ തീരുമാനമാണോ എടുക്കുന്നത് എന്ന് പറഞ്ഞ് അവളെ തന്നെ കുറ്റപ്പെടുത്തി ആലോചിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോഴാണ് ഡേവിഡ് ഞങ്ങളുടെ സാധാരണ കുടുംബമാണ്, അദ്ദേഹമാണ് പദവിയിലിരുന്ന് തെറ്റ് ചെയ്തത്, അദ്ദേഹത്തെയാണ് ശിക്ഷിക്കേണ്ടത് എന്നൊക്കെ തന്റെ ജ്യേഷ്ഠനെ ചൂണ്ടിക്കൊണ്ട് പറയുന്നുണ്ട്. ഇത് കേൾക്കുന്ന ഡേവിഡിന്റെ ജ്യേഷ്ഠൻ കാല് പിടിച്ച് ഞാൻ പറയാ ഞങ്ങളെ വെറുതെ വിടണമെന്ന് നമ്മുടെ റയാനോട് യാചിക്കുന്നുണ്ട്. ഇതൊക്കെ കേൾക്കുന്ന മഹാറാണി അവര് പറഞ്ഞില്ലേ അവരറിയാതെ ചെയ്തതാണെന്ന്, അവർക്ക് ഇത്തവണ മാപ്പ് കൊടുക്കുക എന്നൊക്കെ പറയുന്നു. ഇത് കേൾക്കുന്ന റയാൻ ദേഷ്യത്തോടെ അവിടെ നിന്ന് പോവാണ് ചെയ്യുന്നത്. പിന്നെ കാണിക്കുന്നത് രാജകൊട്ടാരമാണ്. അവിടെ ഒരു റൂമിൽ റയാനും അവന്റെ സേവകനും പിന്നെ നമ്മുടെ
നമ്മുടെ ഹീറോയും ഉണ്ട്. ഹീറോ ഉറങ്ങായിരുന്നു. പെട്ടെന്ന് എഴുന്നേറ്റ ഹീറോ എഴുന്നേറ്റ് നിങ്ങൾക്കൊന്നും സംഭവിച്ചില്ലേ എന്ന് നമ്മുടെ റയാനോട് ചോദിക്കുന്നുണ്ട്. അപ്പൊ റയാൻ എനിക്ക് കുഴപ്പമൊന്നുമില്ല, നിന്നോട് വൈദ്യൻ മരുന്ന് കഴിച്ചിട്ട് കിടക്കാൻ പറഞ്ഞു, നീ കിടന്നോ എന്നെല്ലാം പറയുന്നു. ഇത് കേൾക്കുന്ന നമ്മുടെ ഹീറോ എന്ത് വൈദ്യനോ, എന്താ ഇവിടെ സംഭവിക്കുന്നത് എന്നെല്ലാം ആശ്ചര്യത്തോടെ ചോദിക്കുന്നുണ്ട്. അപ്പൊ നമ്മുടെ റയാൻ നമ്മളെ രക്ഷിച്ചത് മഹാറാണിയാണെന്ന് പറയുന്നു. ഇത് കേൾക്കുന്ന നമ്മുടെ ഹീറോ അത്ഭുതത്തോടെ മഹാറാണിയോ എന്ന് ചോദിക്കുന്നുണ്ട്. പിന്നെ കാണിക്കുന്നത് രാജകൊട്ടാരത്തിലെ രാജകുമാരനെയും മഹാറാണിയെയുമാണ്. അവിടെ നമ്മുടെ ഹീറോയെ റയാൻ കല്യാണം കഴിച്ചതിന്റെ പ്രശ്നമാണ് നടക്കുന്നത്. മഹാറാണി ഒരിക്കലും നമ്മുടെ ഹീറോയെ മഹാറാണിയാക്കാൻ പറ്റില്ല എന്ന് പറയുന്നു. അത് കേൾക്കുന്ന റയാൻ ജീവൻ കൊടുത്തും ഞാൻ അവളെ സംരക്ഷിക്കാമെന്ന് വാക്ക് കൊടുത്തതാണ്, ഇനി ഞാൻ പിന്മാറില്ലെന്ന് വളരെ അനുകമ്പയോടെ പറയുന്നുണ്ട്. അത് കേട്ട മഹാറാണി ശരിക്കും നീ അവളെ യുവറാണിയാക്കാൻ ആഗ്രഹിക്കുന്നുണ്ടോ? എന്നാൽ ഞാൻ കൊടുക്കുന്ന പരീക്ഷണങ്ങളിൽ അവൾ ജയിക്കണം എന്ന് പറയുന്നു. അത് കേൾക്കുന്ന നമ്മുടെ റയാൻ അത്ഭുതത്തോടെ മഹാറാണിയെ നോക്കാണ് ചെയ്യുന്നത്. അത് കണ്ട മഹാറാണി അതുവരെയും നീ ആരാണെന്നുള്ള സത്യം അവളോട് ഒരിക്കലും പറയരുതെന്നും പറയുന്നുണ്ട്. പിന്നെ കാണിക്കുന്നത് നമ്മുടെ ഹീറോയെയും രാജകുമാരനെയുമാണ്. അവിടെ റയാൻ ആ സമയത്ത് ഈ കാര്യങ്ങളിലെല്ലാം ആലോചിക്കുകയായിരുന്നു. അങ്ങനെ നമുക്ക് കുഴപ്പമൊന്നും ഇനി ഉണ്ടാവൂല എന്ന് പറഞ്ഞ് അവളുടെ കയ്യിൽ പിടിച്ച് അവിടെ ഇരിക്കാണ് റയാൻ ചെയ്യുന്നത്. അത് കേൾക്കുന്ന നമ്മുടെ ഹീറോ അങ്ങനെയാണോ, എന്നാ എന്റെ അച്ഛനും അമ്മയൊക്കെ എവിടെ എന്ന് ചെറിയ പേടിയോടെ ചോദിക്കുന്നുണ്ട്. അത് കേൾക്കുന്ന നമ്മുടെ റയാന്റെ സേവകൻ മഹാറാണി അവർക്ക് ശിക്ഷ വിധിച്ചിട്ടുണ്ടെന്നും അവരുടെ അഹങ്കാരം ഇല്ലാതാക്കാൻ 50 ചാട്ടവാറടിയും കൊടുക്കാമെന്നും വിധി വന്നിട്ടുണ്ട്. ഇത് കേട്ട നമ്മുടെ ഹീറോ വളരെ വിഷമത്തോടെ എന്തൊക്കെയായി പറയുന്നത് എന്ന് ചോദിക്കുന്നുണ്ട്. അത് കണ്ട റയാൻ വിഷമിക്കേണ്ട, നിനക്കിവിടെ എന്തായാലും ഒരു സ്ഥാനമുണ്ടെന്നും മഹാറാണിക്കൊപ്പം നീ ഉണ്ടാവുമെന്നും പറയുന്നുണ്ട്. അത് കേൾക്കുന്ന ഹീറോ ചിരിച്ചുകൊണ്ട് അങ്ങനെ ആയിരുന്നോ, എനിക്ക് സന്തോഷായി, താങ്കളും എന്നോട് ക്ഷമിക്കണമെന്ന് പറയുന്നു. ഇത് കേൾക്കുന്ന റയാൻ ചിരിച്ചുകൊണ്ട് നമ്മുടെ ഹീറോയെ കെട്ടിപ്പിടിച്ച് ക്ഷമിക്കാൻ, നീ തെറ്റൊന്നും ചെയ്തില്ലല്ലോ, നിന്റെ കുടുംബമല്ലേ തെറ്റ് ചെയ്തത് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇവിടെ എപ്പിസോഡ് 5 ഇപ്പൊ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. ബാക്കി എപ്പിസോഡുകൾക്കായി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്യുക.